ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ഏരിയ. ഇനിവേ നമ്മളിനി ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇത് നമ്മൾ കുറച്ച് ഓർഡർ ചെയ്ത ഐറ്റംസ് വന്നതാണ്. ഇനി ഇവിടെ ഫുള്ള് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് ക്രിസ്മസ് വൈബ് ആക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. സോ ഇതാണ് നമ്മുടെ ഏരിയ. മമ്മി ഐ ഓൾ സെറ്റ്. നമ്മളെല്ലാവരും PJ ഇട്ടപ്പോൾ മമ്മിക്കും ഒരു ആഗ്രഹം, മമ്മിയും PJ ഇട്ട് വരാമെന്ന്. അപ്പോൾ എല്ലാവരും ഇന്ന് PJs ഒക്കെ ഇട്ടിട്ടാണ് റെഡിയാക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. ഇനി നമ്മൾ കിച്ചൺ ഒക്കെ നമ്മളിപ്പോൾ ഫുൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫുൾ മെസ്സാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഏരിയയിൽ നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു, ഈ ഒരു ഏരിയയിലും കൂടെ. ഇനി നമ്മളിപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്റ്റഫ് എല്ലാം എടുക്കുന്നത് ഈ ഒരു ഗരാജിൽ നിന്നാണ്. ഫുൾ ക്രിസ്മസ് ഐറ്റംസ് വെച്ചിരിക്കുകയാണ് ഇവിടെ. എൻ്റെ ഒരു ഫേവറേറ്റ് സീസണാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും ക്രിസ്മസ് ഭയങ്കര ഇഷ്ടമായിരിക്കും, ബിക്കോസ് ഓഫ് ദി ലൈറ്റിങ്, ക്രിസ്മസ് ട്രീയും ക്രിബൊക്കെ. എനിക്ക് ഭയങ്കര, ക്രിബിനേക്കാളും കൂടുതൽ ട്രീ എനിക്ക് ഭയങ്കര ഇഷ്ടം, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ക്രിസ്മസ് പറയുമ്പോൾ തന്നെ എനിക്ക് ഓണത്തിനേക്കാൾ ഇഷ്ടം ക്രിസ്മസ് ആണ്. അപ്പം നമുക്കിനി ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ക്രിസ്മസ് സ്റ്റഫ് ഓൾമോസ്റ്റ് കൊണ്ടുവന്നു. പപ്പ ടയർഡായോ? എക്സൈറ്റഡ് ആണോ അപ്പം ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്യാൻ? ആര് ഡെക്കറേറ്റ് ചെയ്യാൻ? പക്ഷെ പപ്പ കുറെ ഇതെല്ലാം പപ്പ ചുമന്ന് കൊണ്ടുവന്നു. എന്നുവെച്ചാൽ തൊട്ടപ്പുറത്തെ ഗരാജിൽ നിന്നാണ് ഇതെല്ലാം കൊണ്ടുവന്നു. ഇനി നമ്മൾ പപ്പ മാത്രം ഞങ്ങളുടെ പോലെ ഈ ഡ്രസ്സിലല്ലല്ലോ, പജാമ ഡ്രസ്സിലല്ല പപ്പ ജിമ്മിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ്. ഇനി നമ്മൾ ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. ഈ സ്റ്റഫുകളെല്ലാം നമ്മളിപ്പോ കൊണ്ടുവന്നതാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും കുറച്ച് ഓവർ ഒബ്സഷൻ ആണ് ക്രിസ്മസിനോട് എന്ന് തോന്നുന്നു. അത് നമുക്ക് എനിക്കും ഏഞ്ചലിനും. അപ്പോൾ ഞങ്ങൾ കുറെ സാധനങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ വേറെ പൊളിക്കാം തന്നെ. എല്ലാ കൊല്ലം ഇത് തന്നെയാണോ തേക്കണത്? അത് റെത്ത് തന്നെ നീ പറഞ്ഞത്. ശരി, നീ ആദ്യം അത് താ. അത് നീ ഇതെല്ലാം നമുക്ക് ഓർഡർ ചെയ്ത് വന്നിട്ടുള്ള ന്യൂ ഐറ്റംസ് ആണ്. എല്ലാം കുറച്ച് ബർഗണ്ടി തീമില് ത്രോ. പിന്നെ ഇതെന്താ ഓർണമെന്റ്, ആകെ കൂടെ ഏഞ്ചലി 12 ഓർണമെന്റ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ബർഗണ്ടി തീമാണ്, പക്ഷെ ബർഗണ്ടി കളറിൽ ഇവിടെ ഒന്നുമില്ല. എനിവേ പിന്നെ കുറെ നമ്മള് റീത്ത് കുറെ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലായിടത്തും നമ്മൾ റീത്ത് വെക്കാൻ പോവാണ്. ഓക്കെ, എനിക്ക് മതിയായി. അതിന് മമ്മി പണിയെടുത്ത് കിട്ടിയ ഡ്രസ്സ് പജാമ എന്റെ പോലെ തന്നെ മാച്ചിങ്. പിന്നെ മമ്മി അങ്ങ് ഇട്ടു. മെരി ക്രിസ്മസ് പറ എല്ലാവർക്കും. പപ്പ മെരി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. പപ്പ പറയണത് പപ്പ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു തരും, നിങ്ങളെ പപ്പനെ ഫ്രെയിമിലും കയറ്റുന്നില്ല എന്ന്. അതുകൊണ്ട് പപ്പനെ ഫ്രെയിമിൽ മൊത്തത്തിൽ കയറ്റിയിരിക്കുകയാണ്. സന്തോഷമായില്ലേ പപ്പ? ഓക്കെ, ഞാൻ വീഡിയോ എടുക്കാം. വേട്ട അതാ നടക്കുള്ളൂ. വേട്ട മമ്മി വന്നേ. മമ്മി വരട്ടെ. മമ്മേ ബാബാ മനസ്സിലാതെ ഏത് സാധനം പപ്പനെ എല്ലാരും കളിയാക്കാനല്ല റൗണ്ട് അല്ല ഇത്. പപ്പ ക്രിസ്മസിനെ പറ്റി 2 വാക്ക് വേഗം പറയും. ക്രിസ്മസ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ക്രിസ്മസ് ആയി. ഓണാണോ പപ്പ പറയണത്? ക്രിസ്മസ് ഓണത്തിന് പപ്പ തന്നെയല്ലേ പറഞ്ഞത്? അല്ല, ജോണിയുടെ ലൈഫ് തന്നെ അതാണല്ലോ. പീസ് പീസ്. അതേ മതി. എന്റെ സ്റ്റോറേജ് ഫുൾ. എണീറ്റ് എല്ലാരും പണിയെടുത്തേ. പപ്പക്ക് എന്തെങ്കിലും പണി കൊടുക്കണോ? നിങ്ങൾ എന്തെങ്കിലും പണി ചെയ്ത് കൊടുപ്പാ. അപ്പൊ നെഞ്ചല് നോക്കണം. സോ നമ്മളൊരു 4 o'clock കണ്ടാണ് നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 1 o'clock കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു 2 o'clock ആവാൻ പോവാം. 2 മണിയായി ഇത് മൊത്തം ഒന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. ആദ്യം എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിലൊക്കെ ചെയ്തു, പിന്നെ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീർക്കണം എന്നായി. ഇനി നമ്മൾ 2 മണിയാണെങ്കിലും അടിപൊളിയായിട്ട് തീർത്തു. ഇനി നമുക്ക് പുറത്തത്തേയും കൂടെ ഉള്ളൂ. അത് നമ്മൾ നാളെ ചെയ്യുന്നതാണ്. എല്ലാവരും ഉറങ്ങാനൊക്കെ പോയിരിക്കുകയാണ്. ഞാനും ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. എന്നാലും ഞാൻ വിചാരിച്ചു നിങ്ങളെ കുറച്ചൊക്കെ ആയത് കാണിച്ചു തരാം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മുകളിൽ നമ്മൾ കുറേ ഇങ്ങനത്തെ റീത്തും അതുപോലെ തന്നെ കുറേ
ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഗ്ലാസ് ആയതുകൊണ്ട് നല്ല രസമായിരിക്കും. അപ്പോൾ അന്ന് പുറത്തേക്ക് വ്യൂ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു ബർഗണ്ടി കളറ് ത്രോ ഒക്കെ വെച്ചു, കാരണം ബർഗണ്ടി ആണല്ലോ നമ്മുടെ തീം. സോ മൂവിങ് ഓൺ ടു ദിസ് സൈഡ്, ഇവിടെ നമ്മുടെ ബോ ഒക്കെ വെച്ച് ഇങ്ങനെ ഒരു ഏരിയ ഡെക്കറേറ്റ് ചെയ്ത് ഭംഗിയാക്കി. ചിലപ്പോൾ നാളെ നമ്മൾ കുറച്ചുകൂടി ഭംഗിയാക്കണം. ഇപ്പം ജസ്റ്റ് നമ്മൾ നോക്കിയിട്ടൊക്കെ ഉള്ളൂ. മേ ബി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തും. പിന്നെ ഈ മിനറിലും ഒരു റീത്ത് വെച്ചു. ആൻഡ് ദിസ് ഇസ് ആ ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീയിൽ കംപ്ലീറ്റ് നമ്മൾ വൈറ്റും ബർഗണ്ടിയും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓർണമെന്റ്സ് തൂക്കിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ലുക്സ് ഗുഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വാട്ട് യു ഗൈസ് തിങ്ക്? നമുക്ക് ഗ്രീൻ ക്രിസ്മസ് ട്രീ ആയിരുന്നു താല്പര്യം, കാരണം ഗ്രീൻ ആകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. പക്ഷെ നമ്മൾ ഇതിലായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തത് കഴിഞ്ഞ കൊല്ലം, അതുകൊണ്ട് ഇത്തവണ നമ്മൾ ഇതന്നെ വെച്ചു. ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ടൈം നമ്മളത് മാറ്റും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സോക്സിൽ ഇത് കെട്ടി തൂക്കി വെച്ചതാണ്. സോക്സിൽ ഇത് വെച്ചപ്പോൾ ഭയങ്കര ഭംഗിയുണ്ട്. ബിക്കോസ് വൈറ്റിൽ ഈ ബർഗണ്ടി ഷെയ്ഡ് വന്നപ്പോൾ ഭയങ്കര രസമുണ്ട്. സോ വൈറ്റിൽ നമ്മൾ സോക്സ് ഒക്കെ വെച്ചു. പിന്നെ നമ്മൾ ഈ ഗാർലൻഡ് വെച്ചിട്ട് നമ്മൾ ലൈറ്റ്സ് ഫുള്ള് ഇട്ട് കൊടുത്തപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഒരു സോക്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഏരിയ. ആൻഡ് മൂവിങ് ഓൺ ടു അവർ ക്രിസ്മസ് ക്രിബ്. പുൽക്കൂട് നമ്മുടെ വീട്ടിൽ പണ്ട്, അതായത് തൃശ്ശൂർ വീട്ടിലാണെങ്കിലും നമ്മൾ നാട്ടിലായിരുന്നപ്പോഴൊന്നും നമ്മുടെ വീട്ടിൽ ക്രിബ് വെക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ആ സങ്കടം നമ്മൾ കാനഡയിൽ വന്നപ്പോൾ മാറ്റി. നമ്മളിത് ക്രിസ്മസിന് ക്രിബ് വെച്ചിട്ടുണ്ട്. കുഞ്ഞൊരു ക്രിബാണെങ്കിലും നമ്മൾ വെച്ചു. ഉണ്ണീഷോയ്ക്ക് ഒരു സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും അടങ്ങുന്ന ഒരു കുഞ്ഞ് ക്രിസ്മസ് ക്രിബ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു നക്ഷത്രമുണ്ട്. പിന്നെ നമ്മുടെ ഗ്ലോറി ഇവിടെയല്ല ഇരുന്നത്, ഗ്ലോറി ഇവിടെയാണ് ആക്ച്വലി ഇരുന്നത്. പക്ഷെ പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് വീണ് പോവുക. ഇതാണ് പുള്ളിക്കാരുടെ സ്ഥലം, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ആള് നിലത്ത് വീഴും. അപ്പം ഞങ്ങൾ അതിനെടുത്ത് താഴേക്ക് വെച്ചതാണ്. സോ ഇതാണ് നമ്മുടെ കുഞ്ഞ് ഒരു പുൽക്കൂട്. നമുക്ക് ഗ്ലോറിനെ താഴെ തന്നെ വെക്കാം, വീണ് പോയാലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് പുൽക്കൂട്. പിന്നെ വെച്ചിട്ടുള്ളത് നമ്മൾ കിച്ചണിൽ നല്ലൊരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ മെസ്സാണ്, കാരണം പുറത്ത് വെക്കാനുള്ള എല്ലാം നമ്മൾ ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി എന്നാലും നിങ്ങൾ ആ ക്രിസ്മസ് ട്രീ ഒന്ന് കാണിക്കാം. ദിസ് ഇസ് ക്രിസ്മസ് ട്രീ. ഇതാണ് നമ്മുടെ കിച്ചൺ സൈഡിലുള്ള കുഞ്ഞൊരു ക്രിസ്മസ് ട്രീ. ഇതിനകത്ത് ഒത്തിരി ഡെക്കറേഷൻ ഒന്നുമില്ല, ചുമ്മാ കിട്ടിയതൊക്കെ എടുത്ത് ഇട്ടുന്നേ ഉള്ളൂ. എന്നാലും ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട്. പിന്നെ നമ്മൾ ചെയ്തത് എന്താ, പിന്നെ ഇതെല്ലാം നമുക്ക് ഗരാജിൽ തിരിച്ച് കയറ്റാനുള്ളതാണ്. ഇതൊക്കെ മെസ്സാണ്. പിന്നെ നമ്മൾ ചെയ്തത് ഇതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഗാർലൻഡ് വെച്ചു. ഗാർലൻഡിന് നമ്മൾ പിന്നെ റിബൺ വെച്ചു, ബോ വെച്ചു കൊടുത്തു. പിന്നെ നമുക്ക് മണി, ആര് വന്നാലും ഇവിടെ മണിയായിരിക്കും. അപ്പോൾ കുറച്ച് മണിയൊക്കെ തൂക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മളിനി നാളെ ആയിരിക്കും ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ, നമ്മളിപ്പോൾ സെറ്റ് ചെയ്തത് ഇത്രയേ ഉള്ളൂ. സോ ബാക്കി നമ്മൾ നാളെ ചെയ്യും. ബാക്കി ഡെക്കറേഷനൊക്കെ അടുത്ത ദിവസം ഞാൻ കാണിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കാം.